എന്ത് സന്തോഷം. അപ്പൊ ഇനിയിപ്പോ ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ കുട്ടികളെ. ഇന്ന് നമുക്കുണ്ടല്ലോ രാവിലെ കഞ്ഞിക്ക് ഞാൻ പയറിഞ്ഞാട്ട പൊട്ടിക്കുന്നത്. ഇതാ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പയറ്. എന്താ ഈ ഒരു സൈഡ് ഇങ്ങനെ നോക്കിയാൽ നമുക്കറിയാം പയറ് നിക്കണത്. എന്നൊന്ന് പറയണ പോലെ നമുക്ക് പൊട്ടിക്കാൻ കിട്ടൂട്ടാ. പയറ് പൊട്ടിക്കാൻ വരുമ്പോ പിന്നെ നമ്മുടെ ആൾക്കാരെ കുറിച്ച് പറയാണ്ട് നടക്കില്ലേ. കാരണം നമ്മുടെ അണ്ണാനും തത്തയൊക്കെ കിട്ടാ വലിയ കാര്യമായിട്ട് തിന്നു തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ കൊറേ പൊട്ടിച്ചിടും. ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യമാണ് നമ്മുടെ പയറ് പൊട്ടിക്കാൻ വന്നാ നോക്കിയേ. കാരണം അവരെ ഓർക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ഇടയിൽ ഇങ്ങനെ തിന്നു പോയിരിക്കുക. നമ്മൾ ഈ വെള്ള കവർ ഇടുന്നത് ഈ അണ്ണാമാർക്കും തത്തകൾക്കും ഒക്കെ ഒരു പേടി ഇത് വന്നോട്ടെ എന്ന് വെച്ചിട്ടാ. അപ്പൊ അതിൻ്റെതായ കുറവുണ്ട്. അവരെത്ര തിന്നാലും വലിയ കൂടുതൽ ഈ ഭാഗം കണ്ട ഈ ഒരു കവറിട്ട് ഈ ഒരു ഭാഗത്തേക്ക് അവരങ്ങനെ തിന്നണില്ല. നമുക്കിവിടെ ഒരു കൂട്ടം പോലെയായിരുന്നു നമ്മൾക്ക് പയറ് നിന്നിരുന്നത്. അപ്പൊ നമ്മളിതാ എത്രയും പയർ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പയർ കഴിയണ വരെ ദിവസം വന്ന് പൊട്ടിക്കാനുണ്ടാവും നമുക്ക്. നമ്മളുണ്ടല്ലോ നോക്കിയ പൊട്ടിച്ചു കൊടുന്ന പയർ നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടാ. ഇനി ഇത് നമ്മൾ നല്ല ചെറുതാക്കി നല്ല കനം കുറവിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കണേ. അപ്പൊ ഞാൻ ഈ പയറുണ്ടല്ലോ നമ്മൾ തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എത്രയോ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അത്രയും ചെറുതാക്കി തന്നെ നമ്മളിത് അരിഞ്ഞെടുക്കണം കേട്ടാ. കണ്ട ഇതേപോലെ നൈസായിട്ട് നമ്മളിതാ ചെറുതാക്കി അരിഞ്ഞെടുത്ത പയറില് ഇനി ഞാനുണ്ടല്ലോ ഇതൊരു 6 പൊറ്റ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതും ചെറുതാക്കി തന്നെ ഇതിലേക്ക് നേരിട്ട് തന്നെയായിട്ട് നമ്മൾ അരിഞ്ഞ് ഇടാണ് ചെയ്യണേ കേട്ടാ. ഇനി നമ്മൾ ഇതില് എരിവിനനുസരിച്ചിട്ട് ഇതാ ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും നമ്മൾ നേരിട്ട് തന്നെ ഇതിലേക്ക് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിടാം കേട്ടാ. ഇനി നമ്മൾ ഈ അരിഞ്ഞയിലേക്ക് ഇതാ ഒരു 2 പിടി നാളികേരം കേട്ടാ ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മളിതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു നുള്ള് മഞ്ഞപ്പൊടി. എന്നിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടാ. ചീനിച്ചട്ടി ഇതാ അടുപ്പമ്മ കയറ്റി ചീനിച്ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ നമ്മളിത് അതിലേക്കൊരു 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കടുക് ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ പച്ചമുളക് നടുമുത്തി കൊടുക്കണം. അതേപോലെ തന്നെ 3 കതിരി കറിവേപ്പില ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ മതി കേട്ടോ. നമ്മളിനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കില്ല. ഈ ഒരു ആവിയിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മുടെ ആ ഉള്ളിയുടെയും അതേപോലെ തന്നെ നാളികേരത്തിലത്തെ വെള്ളം ഒക്കെ ആയാൽ മതി നമ്മൾ ഈ പയറ് വേവ്. കാരണം നമ്മൾ അത്രയും കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതേപോലെ ഇളക്കി കൊടുത്ത് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് നമുക്കിവിടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ.
ഇനി ഞാനുണ്ടല്ലോ അതാ ഇപ്പുറത്തെ അടുപ്പിലൊന്ന് തീ കത്തിച്ചിട്ട് നമ്മുടെ പയറ് കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടോട്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് ആവിക്ക് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പയർ കൊണ്ടാട്ടത്തിലേക്കല്ല പയറും അത് അരിഞ്ഞെടുക്കാം. പയർ കൊണ്ടാട്ടം ആക്കുമ്പോൾ പയർ നോക്കിയാൽ നമ്മൾ അവിലേക്ക് കഷ്ണം നോക്കില്ലേ നല്ലൊരു നീളത്തിൽ ആ ഒരളവിലാണ് നമ്മൾ പയറുത ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പം ഇതേപോലെ എല്ലാവരും ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പം പയറിൻ്റെ ഈ രണ്ടറ്റം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പൊട്ടിച്ച് കളയണം കേട്ടോ. അരിഞ്ഞെടുത്ത ഈ പയറുണ്ടല്ലോ ഇതിലേക്ക് നമുക്കിതാ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടാ. പിന്നെ മുളക് പൊടി ഇടണമെങ്കിൽ ഇടാട്ടാ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ നമ്മുടെ പയറിലേക്ക് ആവേണ്ട രീതിയിൽ കേട്ടാ. നമ്മുടെ ഇഡ്ഡലി ചെമ്പില് ആവി വന്ന് തുടങ്ങി കണ്ട, നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ പയറ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ പയറൊക്കെയും കൂടുതൽ പയറെന്നല്ല മറ്റുള്ള എന്ത് പച്ചക്കറികളായാലും നമുക്ക് ഇതേപോലെ അരിഞ്ഞ് ഉണക്കിയെടുക്കാൻ പറ്റൂട്ട. നല്ല വെയിലുള്ളൊരു ടൈമല്ലേ ഇപ്പൊ, വേഗം ഒന്ന് വാടി കിട്ടും. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാടാനേ പാടുള്ളൂ, അല്ലാതെ നന്നായിട്ട് വേവാൻ പാടില്ല. അപ്പൊ നമുക്ക് അതിന് മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ പയറും തോരൻ എന്തായിരുന്നു നോക്കാട്ടാ. അപ്പൊ ഇതാ കാണുമ്പോ തന്നെ അറിയാം വെന്തിട്ടുണ്ട്. കാരണം നന്നായിട്ട് ഞാൻ വേവിച്ചെടുക്കില്ല നമ്മുടെ വീട്ടിലത്തെ പച്ചക്കറികളാവുമ്പോ. അപ്പൊ ആ ഒരു വിധം നല്ലൊരു വേവ് അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഇതാ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല കൃത്യം പാകാണ്. അപ്പൊ നമ്മുടെ തോരൻ റെഡി ആയിട്ടാ. ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മൾ പയറിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒരു ആവി വരുന്നുണ്ട് കേട്ടാ. ഈ സമയത്ത് നമുക്കൊന്ന് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. എന്നിട്ടാ ഒന്നും കൂടി നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് നോക്കിയാൽ മൂടി തുറന്നു നോക്കാം. അപ്പൊ നമുക്ക് മൂടി തുറക്കുമ്പോഴേ നമുക്ക് അറിയാം കണ്ട പയറിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഒന്ന് ആവി കയറ വേണ്ട കേട്ടാ. അപ്പൊ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് ഉണക്കിയെടുക്കാം. കണ്ട പയറ് വെന്തിട്ടുമുണ്ട്. അന്ന് അങ്ങനെ എന്താ പറയാ ഇതിങ്ങനെ വിട്ടൊന്നും പോന്നിട്ടില്ല കേട്ടോ. ആ രീതിയിൽ വേവിക്കണ്ടോ. കണ്ട നമുക്ക് ഇതിങ്ങനെ ആക്കും പറയാം വെന്തിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് ഉണക്കിയെടുക്കാം. ഒരു അലുമിനിയത്തിന്റെ ഒരു മൂടിയാട്ടെ, വലിപ്പമുള്ളൊരു മൂടി. അപ്പൊ എൻ്റെ ആണെങ്കിൽ ഇങ്ങനത്തെ മൂടികൾ പലതരത്തിലുള്ള സ്റ്റെപ്പുകളുണ്ട്. ഇപ്പൊ ഇത് കുറവായ കാരണം ചെറിയൊരു മൂടി എടുത്ത് നമ്മളിത് അതില് നല്ല കനം കുറവിൽ തന്നെ ഇങ്ങനെ പരത്തി എടുത്തോളൂ കേട്ടാ. ഇങ്ങനെ ഒറ്റയ്ക്ക് വിടർത്തി വെക്കാൻ നോക്കിയോളൂ കേട്ടാ. ഇതിപ്പോ ഈ ഒരു അലുമിനിയത്തിന്റെ ഈ പട്ടയ കണ്ണേ നല്ല ചൂട് പെട്ടെന്ന് കിട്ടും. നമുക്ക് അടിയിൽ നിന്ന് മുകളിൽ നിന്നുള്ള ചൂട് പെട്ടെന്ന് കിട്ടും. മുറത്തിലേക്ക് ആകുമ്പോ എനിക്ക് തോന്നുന്നു ഇത്രയും ചൂട് കിട്ടില്ലാന്ന്, അടിയിൽ നിന്നുള്ള ചൂട്. ഇനി നമുക്കുണ്ടല്ലോ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാനുണ്ട് കേട്ടാ. അപ്പൊ അതായത് വരാപ്പുഴയുള്ള ജോണേട്ടന്റെയും മോളി ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഈ വരുന്ന ഞായറാഴ്ച 19-ാം തീയതി. അപ്പൊ 28ാം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ജോണേട്ടനും കുഞ്ഞുമോളി ചേച്ചിക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പൊ ചേച്ചിമാരോടാണ് എനിക്ക് ഹായ് പറയാനുള്ളത്. ലക്ഷ്മി കുട്ടി നായര് ഹായ് ലക്ഷ്മി ചേച്ചി. മോളി ജോൺസൺ ഹായ് മോളി ചേച്ചി. കമലം എം ഹായ് കമലേച്ചി.
രാജി ഗിൽസ്, ഹായ് രാജിച്ചി. ഗീത രാജൻ, ഹായ് ഗീതച്ചി. ഇനി നമ്മളുണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടാ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുന്നത് ടൗണിലേക്കാണ് ഇറങ്ങുന്നത്. അതായത് നമ്മുടെ കണ്ണുംകുട്ടിക്ക് ഒരു ചെയർ മേടിക്കണം. അപ്പൊ ആ കണ്ണുംകുട്ടിയുടെ ചെയർ പുറത്തേക്ക് ഉപയോഗിക്കുന്നത് ആശയായി. അപ്പൊ വീട്ടില് ഇപ്പൊ പുറത്തേക്ക് ഉപയോഗിക്കുന്ന ചെയറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു നല്ലൊരു ചെയർ മേടിക്കണം. പിന്നെ അത് മാത്രല്ല കണ്ണൻകുട്ടിയുടെ അനിയനൊരു സൈക്കിൾ കൊണ്ട് മേടിക്കണം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണൻകുട്ടിയുടെ അനിയനെ അറിയില്ല കേട്ടോ നമ്മൾ സൈക്കിൾ മേടിക്കുന്ന കാര്യം. നേരെ മറിച്ച് കണ്ണന് അമ്മായി ചെയർ മേടിച്ച് കൊണ്ടുവന്നുള്ള കാര്യം മാത്രം അറിയുള്ളൂ. അപ്പൊ നമുക്ക് മേടിക്കാൻ പോവാം. ചെയർ മേടിക്കാൻ വേണ്ടി നമ്മളിത് ആ കടയിൽ എത്തിയിട്ടാ. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ കുറേ ചെയറുകൾ നോക്കിയെന്നുള്ളൂ. കാരണം ഞാൻ അനിയനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ണൻകുട്ടിയുടെ സൗകര്യത്തിന് അവന് ഇരിക്കാൻ പറ്റുന്ന ചെയർ സെലക്ട് ചെയ്ത് വെച്ച് പൊക്കോളൂ എന്നുള്ളത്. അപ്പോൾ അവൻ അതുകൊണ്ട് തന്നെ നേരത്തെ വന്ന് അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഒരു ചെയർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയർ നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒതുക്കൊക്കെയുള്ള നല്ലൊരു ചെയർ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളത് എടുക്കാന്നുള്ള രീതിയിൽ കടയിൽ പോയി പറഞ്ഞ് അങ്ങനെ നമ്മളിത് ആ ചെയറൊക്കെ മേടിച്ചിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ അച്ചൂട്ടിൻ്റെ സൈക്കിൾ മേടിക്കാനായിട്ടാ. അപ്പോൾ അങ്ങനെ എനിക്ക് ഷൈറ്റിനും ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയ ഒരു സൈക്കിൾ തന്നെയാണ് ഞങ്ങൾ വേഗം മേടിച്ചത്. അപ്പോൾ നമ്മളിതാ സൈക്കിൾ മേടിച്ച് അവിടെ നിന്ന് പോരാണ് കേട്ടോ കടയിൽ. അവിടെ വീട്ടിലെത്തിയിട്ട് നോക്കി എന്റെ കണ്ണൻകുട്ടി ഇരിക്കണേ ചെയറിലെ കണ്ട എന്തൊരു സന്തോഷത്തിലിരിക്കണ കണ്ണൻകുട്ടി. അമ്മ എന്നിട്ടാ നോക്കണേ കണ്ണൻകുട്ടി. വണ്ടി അച്ചു പറയുന്നുണ്ട് അല്ലാതെ ആ വണ്ടി കൊണ്ട് എടുക്കട്ടെ അമ്മായി കാർ ചെയ്ത് വണ്ടി. എന്താ സന്തോഷം നോക്കിയ വണ്ടി അമ്മായി കൊണ്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എടുക്കാട്ടെ അമ്മായി വയസ്സിനെയാ. എന്ത് സന്തോഷം നോക്കിയത്. ഇഷ്ടയ്യ അച്ഛന് ഇഷ്ടായിട്ട് അച്ഛ ഇഷ്ടായാണ് എന്നെ. അമ്മയ്ക്ക് അച്ഛന്റെ കണ്ണുകൂടി എടുത്തില്ല. അതിനൊക്കെ വന്നേ കണ്ണുവേണ്ട. അപ്പൊ നമ്മുടെ കണ്ണുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടാ. കണ്ണുണ്ടല്ലേ അതുമൊന്ന് നമുക്കതുമൊന്ന് ഇരുന്ന് നോക്കിയാലോ എന്നാ. പേടിക്കണ്ട ഇരുന്ന് നോക്കാം നമുക്ക്. ഇരുന്ന് നോക്കാം കേട്ടാ. പേടിക്കണ്ടാട്ടാ എന്നാ പേടിക്കണ്ടാട്ടാ. ഇരിക്കാൻ സുഖല്ലേ പൊണ്ണുന്നെ. പേടിക്കണ്ടാട്ടാ. കണ്ണനെ പുതിയ വണ്ടി കിട്ടിയപ്പോഴേ അവരൊരു പേടി അത് ഇരിക്കുമ്പോ എന്താണാവോ. അത് സന്തോഷമുണ്ട് നന്നായിട്ട്. ഇനി വരില്ലേട്ടാ എല്ലാത്തിനും തയ്യാറായിട്ടോ നോക്കി കൂടെ നോക്കിയേ. അച്ഛാണ് കണ്ണൻകുട്ടിയുടെ ഇഷ്ടായില്ല കുഞ്ഞോ. ഇനി അമ്മായി ഒരു കാര്യം പറയട്ടെ കണ്ണൻകുട്ടീനെ കുറിച്ചിട്ട്. അമ്മായിയോട് ഒരമ്മാമ്മ പറഞ്ഞതാട്ടാ. അപ്പൊ ഞാനേ നമ്മുടെ കണ്ണൻകുട്ടിയുടെ ഒരു കാര്യം പറയാം. അതായത് പേടിക്കണ്ട കുട്ടി പേടിക്കണ്ട അമ്മായി പേടിക്കണ്ട. ടൈറ്റ് ചെയ്ത് തരൂ ടൈറ്റ് ആക്കി തരൂ എന്നാ. നമ്മുടെ കണ്ണൻകുട്ടീനെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. കണ്ണൻകുട്ടിയുടെ വീഡിയോ ഞാൻ പലപ്പോഴും നമ്മളിങ്ങനെ ഇടയിലേക്ക് ഓരോ ആവശ്യങ്ങളായിട്ട് കാണിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കമന്റ് വരാറുണ്ട് എന്താണെങ്കിൽ കണ്ണൻകുട്ടിയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഇതുവരെ അത് കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് ഈ അടുത്ത് വെച്ചിട്ട് USA ഒരു അമ്മ ആ ഒരു 70 വയസ്സിന്റെ അടുത്തേക്ക് ആവാറായി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് പ്രായം. അപ്പൊ അമ്മയ്ക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടെന്ന് അത്ര കണ്ണൻകുട്ടിനെ കാണണം എന്നുള്ളതും അവനെ വന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ. അപ്പൊ ആളുടെ പ്രായം അതിനനുവദിക്കണില്ല. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞു നോക്കണേ അക്കൗണ്ട് നമ്പർ കൊടുക്കാനാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അമ്മയോട് തരാന്ന് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയും താല്പര്യമില്ല. സ്മിത കമന്റ് ബോക്സിലും ഇങ്ങനെയും കൊടുക്കുക. കാരണം എന്റെ പോലെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇന്ന് കണ്ണൻകുട്ടി സ്മിതയുടെ മാത്രല്ല ഞങ്ങളുടെയും കൂടിയാണെന്നാണ് പറയുന്നത്. എന്റെ മോൻ നോക്കണം.
അപ്പൊ എനിക്കത് കേട്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നിയിട്ടാ. പിന്നെ പറഞ്ഞു കണ്ണൻകുട്ടിക്ക് കിട്ടണത് എന്തിനാണ് സ്മിത ഇല്ലാണ്ടാക്കണേന്നാണ്. പക്ഷെ ഒരിക്കലല്ല, എന്റെ കണ്ണൻകുട്ടിയാണ്, അവന് കിട്ടുന്നത് ഒരിക്കലും ഞാൻ ഇല്ലാണ്ടാക്കില്ല കേട്ടാ. അങ്ങനെ അത് അപ്പൊ അതൊരു കേട്ടപ്പോ എനിക്ക് വിഷമം തോന്നി. പിന്നെ എനിക്കറിയാം എന്റെ കണ്ണൻകുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയില് 3 ദിവസം ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം. ഈ ഫിസിയോതെറാപ്പി കൊണ്ടുപോകണ ദിവസം പറഞ്ഞാൽ അവന്റെ അച്ഛന്റെ പണി അന്നത്തെ പോവുകയും ചെയ്യും. അങ്ങനെയാണ് അവനെ കൊണ്ടുപോവാ, വണ്ടിയൊക്കെ വിളിച്ച് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ എന്തായാലും കാറില് കൊണ്ടുപോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കണ്ണൻകുട്ടിയുടെ അക്കൗണ്ട് നമ്പർ നമ്മുടെ കമന്റ് ബോക്സിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാട്ടാ. കൊടുക്കട്ടെ അമ്മായി, കൊടുക്കട്ടെ? ഉമ്മ വേണം അമ്മായിക്ക്, ഉമ്മ തന്നെ. അയ്യോ, അത് പറഞ്ഞപ്പോഴേ എന്റെ മോന്റെ സന്തോഷം നോക്കിയ. ഉമ്മ. അപ്പൊ കണ്ണൻകുട്ടിക്ക് വണ്ടി കിട്ടാന്ന് പറഞ്ഞാൽ കണ്ണൻകുട്ടിയേക്കാൾ സന്തോഷായിട്ടാ കണ്ണൻകുട്ടിയുടെ അനിയനെ അച്ഛന്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കണ്ണൻകുട്ടീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടാ. സന്തോഷായില്ലേ? അമ്മായി പറയാട്ടാ. കണ്ണൻകുട്ടീനെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടി പറയാണ്ടിട്ടാ. കണ്ണൻകുട്ടിയുടെ പല്ല് കണ്ട പോയത് ഇതെങ്ങനെയാന്നറിയോ? ഫിസിയോ ചെയ്തിട്ട് ബെഡിൽ നിന്ന് സ്റ്റിമുലേഷൻ ചെയ്യാൻ വേണ്ടി ചെയറിലേക്ക് ഇരുത്തിയപ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഒരു കൊതർച്ചയുണ്ട് പേടിച്ചിട്ട്. അങ്ങനെയായിട്ട് ചെയറിന്റെ ഇടയിൽ പെട്ടിട്ട് എന്നിട്ട് നമ്മുടെ കണ്ണുകൂടിയുടെ പല്ല് പോയത്. അതുകൊണ്ട് നമുക്ക് വിഷമില്ല കേട്ടോ, അവൻ ഹാപ്പി അല്ലേ? പല്ല് പോയിട്ടൊന്നും ഞങ്ങക്ക് വിഷമില്ല കേട്ടാ. അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ട് എന്റെ കണ്ണുകുട്ടീനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ എന്റെ അച്ഛനെ കുറിച്ച് ഞാൻ പറയാട്ടാ. കണ്ണൻകുട്ടിക്ക് അമ്മായി എന്തേലും മേടിച്ചു കൊടുക്കണല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതാണ് അച്ഛന്. അച്ഛൻ ഒറ്റ കാര്യം എന്നോട് ആവശ്യപ്പെടില്ല. എന്ത് സന്തോഷമല്ല. അമ്മായി അത് വേണമെന്ന് ഒന്നും ആവശ്യപ്പെടാത്ത ഒരാളാണ്. കണ്ണൻ പറയാന്ന്. അച്ഛടാ അടിച്ചു കളഞ്ഞല്ലേ? അയ്യോ, ഞാൻ അച്ഛനെ അടിച്ചുകളെ മേടിച്ചു കൊടുക്കാണ്ട കാര്യമായിട്ട് അവര് പറയുന്നത് അമ്മ. അപ്പൊ നമ്മുടെ അച്ചു ഒന്നിനോട് ആവശ്യപ്പെടില്ല കേട്ടാ. എന്നാ കണ്ണൻകുട്ടിക്ക് അത് വേണം അമ്മായി, കണ്ണൻകുട്ടിയുടെ അത് നാശായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും. ഒറ്റ കാര്യം ആവശ്യപ്പെടാറില്ല അച്ചു. അപ്പൊ അച്ചു അമ്മായി ഇപ്പൊ വരാട്ടാ, പുറത്തേക്ക് പോയിട്ട്. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ, ഇപ്പൊ വരാട്ടാ അമ്മായി. കഴിക്കോട്, ഇപ്പൊ വരട്ടെ അമ്മായി. ഇപ്പൊ വരാട്ടാ. ഞാനുണ്ടല്ലോ നമ്മുടെ അച്ഛന് മേടിച്ച് സൈക്കിൾ എടുക്കാനായിട്ട് പോണത്. അച്ഛനോട് വെറുതെ പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോയിട്ട് വരാന്നുള്ളത്. അപ്പൊ നമുക്ക് എടുക്കാം. എന്താണ് അവന്റെ ആ ഒരു സന്തോഷം നമുക്ക് കാണാലോ. അച്ഛൻ വന്നേ. അച്ഛനാണോ അയ്യ? അവന് ഒരു പിടുത്തകില്ല. ആള് ഭയങ്കര കണ്ട ആളുടെ മുഖത്ത് എന്താ പറയാ, ഇത് അച്ഛനാ. ഇഷ്ടായി അച്ഛന്? കേറിയിരിക്ക. അച്ഛനെ വിളിക്ക, അച്ഛനെ വിളിക്ക്. അച്ഛന അമ്മയ്ക്ക് പറ്റില്ലടാ. അച്ഛൻ സൈക്കിള് കിട്ടിയാൽ കേറിയിരിക്കാനാണ് നോക്കണത്. അത് അമ്മായി തിരിച്ചു വെച്ച അമ്മയ്ക്ക് അറിയാണ്ട്. താങ്ക് യു. അയ്യോ, ഷായേട്ടനെ വിളിച്ചിട്ട് താങ്ക് യു പറഞ്ഞാല്. എന്റെ കണ്ണൻകുട്ടിയും കാണുന്നുണ്ട്. കണ്ണന്റെ സന്തോഷം നോക്കിയൂടെ? അച്ഛൻ സൈക്കിൾ ചവിട്ടാനായിട്ടെ കണ്ണൻ ഇതേപോലെ സന്തോഷിക്കില്ലേ? അടിപൊളി. അങ്ങനെ നമ്മുടെ അച്ചു
ഹാപ്പിയായി ഒന്ന് ഇല്ല എന്നാ അച്ചു അച്ചു ഹാപ്പിയായി നോക്കി നമ്മുടെ കണ്ണൻ കുട്ടിയുടെ സന്തോഷം നോക്കി അച്ഛന് സൈക്കിൾ കിട്ടിയപ്പോ അയ്യടാ രാത്രി ആവുമ്പളേ അച്ചു റോട്ടിലേക്ക് ഇറക്കിയിട്ട് ചവിട്ടിയാ മതി കേട്ടാ കണ്ണ മോനെ എന്റെ മോന്റെ വണ്ടി അടിപൊളിയാ എന്റെ മോനും ചവിട്ട റോട്ടിലേക്ക് ഇറക്കാട്ടാ എന്റെ മോനെ റോട്ടിലേക്ക് ഇറക്കാം ഷായേട്ടനെ വിളിക്കണേ ഷായേട്ട ക്യാമറ പിടിച്ചു തരാണല്ലോ ഷായേട്ടൊന്നും ഇടയില് ഞാൻ ഷായേട്ടന്ന് വിളിക്കുന്ന കണ്ണൻകുട്ടികൾ പടക്കെ ഷായേട്ട അത് വിളിക്കൂട്ടാ അച്ചു വിളിക്കരുത് അച്ചു മാവുന്നു മാത്രം അപ്പൊ നിർത്തട്ടെ അമ്മായി എനിക്ക് വീഡിയോ പിടിക്കൽ നിർത്തല്ലേ അപ്പൊ ഇനിയിപ്പോ ഞാൻ കുറച്ചു നേരം കണ്ണുകൂട്ടിയുടെ അടുത്തിരുന്നിട്ടായിട്ട് നമ്മള് വീട്ടിലേക്ക് പോവല്ലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അച്ചു ടാറ്റ കൊടുക്ക്